Hi all, welcome back to our room. Are Manchester City in trouble? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ബിഫോർ ദാറ്റ് യൂഷ്വലി നമ്മൾ ലൈവ് സ്ട്രീം അതല്ലെങ്കിൽ വാച്ച് ലോങ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളെപ്പോഴും വീഡിയോസ് ചെയ്യാറുള്ളത്. നിങ്ങൾ കുറച്ച് കാലമായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ഷോർട്ട് ഫോം ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൂടെ എന്നുള്ളത് സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ നമുക്കൊരു തോട്ട് ഉണ്ടായിരുന്നു ചെയ്യണം, പക്ഷേ ടൈം കിട്ടാതില്ല. ഇന്ന് കുറച്ച് ടൈം കിട്ടിയിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം I'm trying it anyways. So bear with me. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആ മാഞ്ചസ്റ്റർ സിറ്റി ഇൻ ട്രബിൾ. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലൈക്ക് ഫോർ ദ പാസ്റ്റ് 4 ഗെയിംസ് പാസ്റ്റ് 4 വീക്സ് ഇറ്റ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് ഫോർ മാൻ സിറ്റി ഇൻ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ലാസ്റ്റ് 4 ഗെയിംസ് സ്റ്റാർട്ടിങ് ഫ്രം കാരബോ കപ്പിലെ സ്പേഴ്സ് ആയിട്ട് എലിമിനേറ്റ് ആയി 2-1. അത് കഴിഞ്ഞിട്ട് ബോൺമത്തായിട്ട് എലിമിനേറ്റ് പ്രീമിയർ ലീഗിൽ ലോസ് ഉണ്ടായിരുന്നു 2-1 അഗെയിൻ. ദെൻ ചാമ്പ്യൻസ് ലീഗിൽ സ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ന്യൂ മാനേജർ മോറിമിന്റെ സ്പോർട്ടിംഗ് ആയിട്ട് ലോസ്റ്റ് 4-1 ടു സ്പോർട്ടിംഗ്. ദാറ്റ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് റിസൾട്ട്സ് ഇൻ സിറ്റി ഇൻ എ ലോങ് ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ മോസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ വാച്ച് ലോങ് നടത്തിയിരുന്നു ബ്രൈറ്റനായിട്ട് 2-1 തോറ്റു. സോ വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് സിറ്റി ആൻഡ് ഹൗ ക്യാൻ വി ഫിക്സ് ഇറ്റ് എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദീസ് 4 ഗെയിംസ് സ്റ്റാർട്ടിങ് ഫ്രം സ്പേഴ്സ് കാരബോ കപ്പ് ഗെയിം ഞാൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേഴ്സ് ഗെയിമിൽ ലൈക്ക് ഞാൻ പേഴ്സണലി ഒരു കാരബോ കപ്പിന് അങ്ങനെ ഒരു വാല്യൂ കൊടുക്കാത്ത ഒരാളാണ്. ലൈക്ക് ഐ ഡോണ്ട് റിയലി കെയർ മച്ച് അബൌട്ട് ദാറ്റ് കോമ്പറ്റീഷൻ. കാരണം ഇഫ് യുവർ ടീം ഇസ് ഓൾറെഡി ഇഞ്ചേർഡ്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ലൈക്ക് ഈ ഒരു കോമ്പറ്റീഷനും കൂടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് വിൽ ലീഡ് ടു മോർ ഇഞ്ചുറീസ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഫുട്ബോളിൽ ഓൾറെഡി ദർസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ. സോ അവിടെ കോമ്പറ്റീഷൻ ഇനി കൂട്ടണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. സോ കാരബോ കപ്പിൽ സ്പേഴ്സിനോട് എക്സിറ്റ് ആയത് എനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. ഞാൻ ശരിക്കും സ്പേഴ്സ് ആയിട്ട് തോൽക്കും എന്നുള്ളത് എക്സ്പെക്ടേഷനിൽ തന്നെയാണ് പോയത്. ബിക്കോസ് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ കാസൽ സതാംപ്ടൺ ആയിട്ടും ഏർലി ഓൺ തന്നെ കാരബോ കപ്പിൽ നിന്ന് സിറ്റി ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എക്സ്പെക്റ്റഡ് അസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. പക്ഷേ ഐ ഡോണ്ട് നോ ഈ ഒരു സ്പേഴ്സ് ഗെയിം വുഡ് ബി ദ സ്റ്റാർട്ട് ഓഫ് ദിസ് ബാഡ് റൺ എന്നുള്ള കാര്യത്തിൽ. സോ സ്പേഴ്സ് ഗെയിം ഞാൻ നോക്കി കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് വലിയൊരു ഇഷ്യൂ തോന്നിയിരുന്നില്ല. ദർ വാസ് എ സർട്ടൺ പോസിറ്റീവ്സ് ടു ടേക്ക് ഫ്രം ദാറ്റ്. കുറച്ച് നല്ല പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതെനിക്ക് വലിയൊരു മാറ്ററായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ദ നെക്സ്റ്റ് ഗെയിം ദാറ്റ് വി ലോസ്റ്റ് ബോൺമത്ത് ആയിട്ടുള്ള ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സിറ്റിയുടെ പെർഫോമൻസിൽ വെച്ചിട്ട് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസസ് ആണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഇപ്പോൾ റീസെന്റ് ടൈമിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. സ്റ്റിൽ ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ലാസ്റ്റ് സീസൺ വില്ല ആയിട്ടാണ് ഞാൻ എപ്പോഴും പറയും. ബട്ട് ദിസ് വാസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസസ് ദാറ്റ് ഐ ഹാവ് സീൻ ഫ്രം സിറ്റി ഇൻ എ ലോങ് ടൈം. കാരണം അങ്ങനെ ഒരു വിന്നിങ് റണ്ണിലാണ്. ബിക്കോസ് ദ സീസൺ സ്റ്റാർട്ട് റിയലി വെൽ. നമ്മൾ സീസൺ നല്ല എനർജറ്റിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എവ്രി വൺ വാസ് ഓൺ ഹൈ ഫോം ആൻഡ് എവറിത്തിങ്. പിന്നെ സഡൻലി ആണ് ഇത് പെട്ടെന്ന് ഈ ഒരു റണ്ണിലേക്ക് എത്തിയത്. സോ ബോൺമത്ത് ആയിട്ടുള്ള ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വാസ് എ ലോട്ട് ഓഫ് ഡിഫെൻസീവ് ഇഷ്യൂസ്. അതേപോലെ തന്നെ എല്ലാ ഗെയിമിലും ഞാൻ പറയുന്നത് പോലെ തന്നെ ദർ വാസ് എ ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ഇഷ്യൂസ്. ഗോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗോൾ ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺസേൺസ് വെൻ ഇറ്റ് കംസ് ടു സിറ്റി. അപ്പോൾ ബോൺമത്ത് ഗെയിമിൽ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലൈക്ക് ദർ വാസ് എ ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ഇഷ്യൂസ്, ദർ വാസ് എ ലോട്ട് ഓഫ് ഡിഫെൻസീവ് ഇഷ്യൂസ്, ദർ വർ ടാക്ടിക്കൽ ഇഷ്യൂസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ദർ വാസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ദാറ്റ് ഗെയിം. സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ഇഷ്യൂസ് തന്നെയാണ്. കാരണം കംപ്ലീറ്റ്ലി 6 and 7s ആയിരുന്നു ഡിഫെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കൈൽ വോക്കറിനെയൊക്കെ നമ്മുടെ ബോൺമത്തിന്റെ ഫുൾ ബാക്ക് ഒക്കെ ലൈക്ക് എത്ര ഈസി ആയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ സിമെനിയോ ആയിട്ട് ലിങ്കപ്പ് ചെയ്താണെന്നാണ് അപ്പോഴും ഇറ്റ് വാസ് ഈസി ടു ബീറ്റ് കൈൽ വോക്കർ. അതുപോലെ ഗ്വാർഡിയോളുടെ പൊസിഷൻസ് വാസ് ബാഡ്. ഐ തിങ്ക് ആക്കേസ് സ്റ്റാർട്ടഡ് ദ ഗെയിം. ആക്കേസ് പൊസിഷൻ വാസ് ബാഡ് ടു. സോ ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ്ലി ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡിഫെൻസീവ്ലി ദർ വാസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ആ ഗെയിമിൽ. പിന്നെ അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഫോഡന്റെ കാര്യം പറയാറുണ്ട്. ഫോഡൻ ഇസ് obviously last season Premier League player of the season ആണ്. ബട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഹി സ്റ്റെപ്സ് അപ്പ് ഇൻ ദീസ് ഗെയിംസ്. ലാസ്റ്റ് സീസൺ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ആൻഡ് ഹി സ്റ്റിൽ നോട്ട് ഡൂയിങ് ദാറ്റ്. ഇനിയിപ്പോൾ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈസ് ബീങ് ഡിപ്ലോയിഡ് ഇൻ ലെറ്റ്സ് സേ ഒരു വിങ്ങർ പൊസിഷനിൽ, അതല്ലാന്നുണ്ടെങ്കിൽ
ഒരു വിങ്ങർ പൊസിഷനിലാണ്, പക്ഷെ എന്നാലും ഒരു ഇൻസൈഡ് ഫോർവേഡ് പോലെ കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ് ആളെ കളിപ്പിച്ചിരുന്നത്. സോ ബോൺമത്ത് ഗെയിം ഐ വുഡ് സേ ദാറ്റ് ഈസ് ദ ഇഷ്യൂ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് ഗെയിം വാസ് ഐ തിങ്ക് സ്പോർട്ടിംഗ് ഗെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി സ്റ്റാർട്ടഡ് വെൽ, വി വർ പ്ലേയിങ് വെൽ. അതിപ്പോൾ ലെറ്റ്സ് സേ ഫോർഡൻ വാസ് പ്ലേയിങ് വെൽ, ഫോർഡൻ വാസ് ഡിപ്ലോയ്ഡ് ഇൻ മിഡ്ഫീൽഡ്. ഫോർഡൻ ഒരു ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചു. അതേപോലെ തന്നെ മിഡ്ഫീൽഡ് നല്ല ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അത് there were a lot of chances ഉണ്ടോ ചോദിച്ചാൽ ഹാലൻഡിന് അങ്ങനെ ക്ലിയർ കട്ട് ചാൻസുകൾ കിട്ടിയിരുന്നില്ല, ബട്ട് സ്റ്റിൽ there were chances and there were chances for other players as well. അപ്പോൾ ആ ഒരു ചാൻസുകളൊന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. ഒബ്വിയസ്ലി ഒപ്പോസിഷനിൽ ഗ്യോക്കിഡസിനെ പോലെ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കർ ഉണ്ടാവുമ്പോൾ there will be issues, you will face different issues because അവർക്കൊരു ചാൻസ് കിട്ടിയ they will score. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ലൈക്ക് ആ ഒരു ബ്രേക്കിൽ ഗ്യോക്രസ് പോയിട്ട് ആള് കംപ്ലീറ്റ്ലി ഫ്ലഫ് ചെയ്തിരുന്നു ചാൻസ്. ജസ്റ്റ് അൺനെസറി ആയിട്ട് ചിപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു എലവേഷൻ കിട്ടിയില്ല. സോ നെക്സ്റ്റ് ചാൻസ് ഈ സ്കോർഡ്. സോ 1-1 ആയിരുന്നു. സോ that was a problem with Sporting first half. First half performance was fine, but we didn't take our chances. Creativity എല്ലാം പാകത്തിന് ഉണ്ടായിരുന്നു, but we didn't take our chances. Then coming on to the second half പെട്ടെന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ 20 സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് അവർ ആ ഗോൾ അടിച്ചത്. ആൻഡ് അവർ ഡിഫെൻസ് വാസ് കംപ്ലീറ്റ്ലി കോട്ട് ഔട്ട്, കംപ്ലീറ്റ്ലി ലൈക്ക് നമ്മുടെ പീറ്റർ യൂറിയുടെ കമൻട്രിയിലൊക്കെ ഹോട്ട് നൈഫ് ത്രൂ ബട്ടർ എന്നുള്ള രീതിയിൽ അത്ര ഈസി ആയിട്ടാണ് അവർ ബ്രേക്ക് ചെയ്തത് നമ്മുടെ ഡിഫെൻസിനെ. സോ ഡിഫെൻസീവ് ഇഷ്യൂസ് ഇസ് എ ബിഗ് തിങ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്ടിംഗ് ആയിട്ട് ആദ്യം ഗോൾ കൺസിഡർ ചെയ്തതും പിന്നെ 2 മിനിറ്റ്സിൻ്റെ ഉള്ള 3 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് ഗോളും കൺസിഡർ ചെയ്തത് ഫ്രോം പെനാൽറ്റി. സോ ദ പ്ലേയേഴ്സ് ലോസ് ദ മൈൻഡ് ആ ഒരു ടൈമിൽ. ആദ്യം പെട്ടെന്ന് ആ ഗോൾ വന്നപ്പോൾ ദേ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഇത് ഞാൻ ലാസ്റ്റ് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ കണ്ടത് 2022-23 സീസണിൽ ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് കളിക്കുമ്പോൾ ഓൾഡ് ട്രാഫോർഡിൽ കളിക്കുമ്പോൾ ബ്രൂണോൻ്റെ ആ ഒരു ഗോൾ ഉണ്ടായിരുന്നല്ലോ, ഓഫ് സൈഡ് ആണ് എന്നുള്ള കോൺട്രവേഴ്സി. അത് കഴിഞ്ഞതും ദ പ്ലേയേഴ്സ് കംപ്ലീറ്റ്ലി ലോസ് ദ ഫോക്കസ്. അപ്പം തന്നെ റാഷ്ഫോർഡ് അടിച്ചിട്ട് യുണൈറ്റഡ് 2-1 ലീഡ് എടുത്ത് ജയിക്കുകയാണ് ചെയ്തത്. സോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു ഗെയിമാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി പ്ലേയേഴ്സ് വർ കോട്ട് ഔട്ട്. സോ സ്പോർട്ടിംഗ് ഗെയിമിൽ പിന്നെ ഹാലൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും പെനാൽറ്റി മിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് കംപ്ലീറ്റ്ലി നോട്ട് കോൺഫിഡൻറ്റ് അറ്റ് ഓൾ. അത് കണ്ടാൽ മനസ്സിലാവും ഹാലൻഡ് വാസൻ കോൺഫിഡൻറ്റ് അറ്റ് ഓൾ. ആ പെനാൽറ്റി എടുക്കാൻ പോകുമ്പോൾ തന്നെ ഹി വാസൻ കോൺഫിഡൻറ്റ്. സോ സ്പോർട്ടിംഗ് ഗെയിം വാസ് വൺ ഡിസപ്പോയിൻറ്റിങ്. ലൈക്ക് ലൂസ് എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് ഫൈൻ, ബട്ട് ലൂസിങ് 4-1 വെൻ യു ആർ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ടു വിൻ ദ കോമ്പറ്റീഷൻ അഗെയിൻസ്റ്റ് സ്പോർട്ടിംഗ്. നോ ഡിസ്റെസ്പെക്ട് ടു സ്പോർട്ടിംഗ് ആർ എ ഗുഡ് ടീം, ബട്ട് സ്റ്റിൽ മാഞ്ചസ്റ്റർ സിറ്റീസ് ലെവൽ ഇസ് അപ്പ് ഹിയർ ആൻഡ് സ്പോർട്ടിംഗ് ഇസ് നോട്ട് ദെയർ. സോ അങ്ങനെ ഒരു ടീമായിട്ട് തോൽക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻ ദാറ്റ് ഫാഷൻ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ. Then coming on to the next game, that is the next game that will be so that is next game Brighton. So yeah, sorry, Brighton. The next game is Brighton. So next game നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ലോഗ് ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു ലൈക്ക് വി സ്കോർഡ് എ ഗോൾ. ഹാലൻഡ് ആ ഒരു ഗോൾ അടിച്ചു, പക്ഷെ ആ ഒരു ഗോൾ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ ടൈപ്പിലുള്ള ചാൻസ് ക്രിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടൈപ്പിലുള്ള ചാൻസ് നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല ആ ഒരു ഗെയിമിൽ. ബ്രൈറ്റൺ ആയിട്ട് ആ ഹാലൻഡിൻ്റെ ആ ഒരു ഗോൾ ഉണ്ട് എന്നല്ലാണ്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ബ്രൈറ്റൺ സ്കോർഡ് വി ക്രിയേറ്റഡ് സം ചാൻസസ്. ഇപ്പോൾ ഗവാഡിയോളുടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബട്ട് വെൻ വി ഹാഡ് ടു ഡബിൾ ഡൗൺ ചെയ്തിട്ട് വി ആർ ഹിയർ ടു സ്റ്റേ എന്നുള്ള രീതിയിൽ നമുക്ക് അത് ഇമ്പോസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. കാരണം ബ്രൈറ്റൺ കുറേ മിസ്റ്റേക്സ് ചെയ്യേണ്ടായിരുന്നു. അവർ ബാക്കിൽ നിന്ന് പാസ് ചെയ്യാൻ നോക്കിയിട്ട് ഗോൾ കീപ്പർ മിസ് പാസ് ചെയ്തിട്ട് നമ്മുടെ പ്ലെയറിന് ഇത് കിട്ടും. അതേപോലെ തന്നെ ഡിഫെൻസീവ് മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. നോയിങ് സിറ്റി വിൽ ക്യാപിറ്റലൈസ് ദീസ് എറേഴ്സ്. ആ ഗെയിമിൽ വി ഡിഡ് നോട്ട് ഡു ദാറ്റ് അറ്റ് ഓൾ. വി ഡിഡ് നോട്ട് ക്രിയേറ്റ് ചാൻസസ്, വി ഡിഡ് നോട്ട് ക്യാപിറ്റലൈസ് ഓൺ ദ മിസ്റ്റേക്സ്. ഇതൊന്നും ചെയ്തില്ല. ആൻഡ് നമ്മൾ വാച്ച് ലോങ് ചെയ്യുമ്പോൾ ആകാശ് ബ്രോ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ഫവാസ് ഉണ്ടായിരുന്നു, ഷിവാങ് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ കോൾ ചെയ്തിരുന്നു. ലൈക്ക് കമൻസിൽ എല്ലാവരും പറയുന്നത് ചാവോ പെട്രോ ഇസ് കമ്മിങ് ഓൺ. ചാവോ പെട്രോ വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ ഹി വിൽ കോസ് പ്രോബ്ലംസ്. കാരണം ആൾ യുണൈറ്റഡ് ആയിട്ട് ഈ സീസൺ ഗോൾ അടിച്ചിട്ടുണ്ട്, ആഴ്സണലായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് റിട്ടൺ ഇൻ ദ സ്റ്റാർസ് ജാവോ പെട്രോ വരും ആൻഡ് ഹി വിൽ ഡു സംതിങ് ആൻഡ് ദേ വിൽ സ്കോർ എന്നുള്ള കാര്യത്തിൽ. സോ സ്പോർട്ടിംഗ് ഗെയിമിൽ എന്താണോ നടന്നത് അതിൻ്റെ ഒരു കാർബൺ കോപ്പിയാണ് ഇവിടെ നടന്നത്. ജാവോ പെട്രോ വന്നു, ജാവോ പെട്രോ ആ ഗോൾ അടിച്ചു, ആൾക്കത് ആദ്യത്തെ ചാൻസ് കിട്ടി, ഹി സംഹൗ മിസ് ദാറ്റ് ചാൻസ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാൻസ് അഗെയിൻ ലൈക്ക് ഈസിയർ ചാൻസ് കിട്ടി ആൻഡ് ഹി സ്കോർഡ്. ആ ഡിഫെൻസീവ് സെനാരിയോ എന്ന് പറഞ്ഞ റീകോ ലൂയിസ് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ട് വീഴുക. അതുപോലെ ഗ്വാഡിയോള എന്നിട്ട് അതിൻ്റെ പിന്നിൽ വന്ന് നിൽക്കുക. ദെൻ കൺഫ്യൂഷൻ ആയിട്ട് ജാവോ പെട്രോ ഗോൾ അടിച്ചു. So that was completely
like that was a really bad performance defensive line again. So ബ്രൈറ്റൻ്റെ കാര്യത്തിൽ ആ ഒരു ജോ പെട്രോ ഗോൾ അടിച്ചതിന് ശേഷം തന്നെ പെട്ടെന്ന് ജസ്റ്റ് ലൈക്ക് സ്പോർട്ടിക് ടീം കംപ്ലീറ്റ്ലി ക്രംബിളായി ആൻഡ് ദെൻ ദേ സ്കോർ മാറ്റ് ഓറൈലി സ്കോർഡ് അഗൈൻ ആൻഡ് ദാറ്റ്സ് 2-1 ടു ബ്രൈറ്റൺ ഫുൾ ടൈം. അതിനുശേഷം പിന്നെ ഡിബ്രോയിനെ വന്നിട്ട് ലൈക്ക് ലാസ്റ്റ് 6 മിനിറ്റ്സിൽ കുറച്ച് ഗോൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി ആൻഡ് ഹി ഡിഡ് സംതിങ് ആൻഡ് ഇറ്റ്സ് പോയിന്റ്ലെസ്. നമുക്ക് അറിയാവുന്നത് ഡിബ്രോയിന ഈസ് നോട്ട് അപ് ടു ഫിറ്റ്നസ് ആൻഡ് ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ് എന്നുള്ളത് നമുക്ക് ഷുവർ ആയിരുന്നു ആ കാര്യത്തിൽ. സോ ദീസ് വർ ദ 4 ഗെയിംസ്. ആ 4 ഗെയിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് വർ ദ 4 ഗെയിംസ് ആൻഡ് ദീസ് വർ ദ സെനാരിയോസ് ഇൻ ദീസ് 4 ഗെയിംസ്. നെഗറ്റീവ് ഇഷ്യൂസും അതുപോലെ പോസിറ്റീവ്സ് പ്രത്യേകിച്ചൊന്നും എനിക്കതൊന്നും എടുക്കാറില്ല ആ 4 ഗെയിംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൈ these are happening. ഇത് എന്തുകൊണ്ട് നടക്കണം? ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻസേഴ്സ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇഞ്ചുറീസ്. ദർ ആർ ലോട്ട് ഓഫ് ഇഞ്ചുറീസ് ഇൻ ദിസ് ടീം. അത് സിറ്റിയുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഞ്ചുറി ക്രൈസിസ് വന്നിട്ട് കുറേ കാലമായിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഒരു ഇഞ്ചുറി ക്രൈസിസ് പെപ്പൻ്റെ ഉണ്ടാവില്ല. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ് ഇത്ര വലിയൊരു ഇഞ്ചുറി ക്രൈസിസ്. ശരിയാണ് 1920 സീസണിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബാക്ക് ലൈൻ ഇഞ്ചേർഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇതെന്ന് പറഞ്ഞാൽ ലൈക്ക് അറൌണ്ട് ദി എൻറ്റയർ ടീം ഐ തിങ്ക് 8 players ഔട്ടാണ് ടോട്ടൽ നോക്കുകയാണ്, ഇൻക്ലൂഡിങ് റോഡ്രി ആൻഡ് ബോബ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂസ് വെൻ ഇറ്റ് കംസ് ടു ഇഞ്ചുറീസ്. കാരണം നമ്മളെപ്പോഴും ബാക്ക് ലൈനെ കുറിച്ച് പറയുമ്പോൾ ആ ബാക്ക് ലൈനിൽ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ ലൈക്ക് യു ഹാവ് ടു പ്ലേ ദ സെയിം പ്ലേയേഴ്സ് അഗൈൻ. എന്നാലാണ് ആ ഡിഫെൻസീവ് കെമിസ്ട്രി അവിടെ ക്രിയേറ്റ് ആവുള്ളൂ. ബിറ്റ്വീൻ സെൻറ്റർ ബാക്സ് ആണെങ്കിലും ബിറ്റ്വീൻ ഫുൾ ബാക്സ് ആണെങ്കിലും ബിറ്റ്വീൻ ദ കീപ്പർ ആൻഡ് ദ സെൻറ്റർ ബാക്സ് എന്താണെന്നുണ്ടെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇഞ്ചുറീസ്, ഇപ്പോൾ റൂബൻ ഇസ് ഇഞ്ചേർഡ്, ജോൺ സ്റ്റോൺസ് ഇസ് ഇഞ്ചേർഡ്, ആക്കെ ഇസ് ഇഞ്ചേർഡ്, അക്കാഞ്ചി ഇസ് ഇഞ്ചേർഡ്. ദാറ്റ്സ് 4 സെൻറ്റർ ബാക്സ്. അത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ ഫിറ്റ് എക്സെപ്റ്റ് ഫോർ ആക്കെ, all 3 are starting for me. All 3 of these players are starting for me. So that is one of the biggest issues. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ മിഡ്ഫീൽഡിൽ ഒബ്വിയസ്ലി റോഡ്രി ഈസ് ഇഞ്ചേർഡ് ആൻഡ് കോവച്ചിച്ച് ഈസ് ഡൂയിങ് ഹിസ് ബെസ്റ്റ്. നമ്മുടെ ഇപ്പോൾ പ്ലെയർ ഓഫ് ദ സീസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോവച്ചിച്ച് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ദിസ് സീസൺ. ഹീസ് ഡൂയിങ് വട്ട് എവർ ഹി ക്യാൻ. പക്ഷേ എന്നാലും കോവച്ചിച്ച് ഈസ് നോട്ട് റോഡ്രി. അതേപോലെ തന്നെ ഗുണ്ടുഗാൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടുഗാൻ ഈസ് നോട്ട് പെർഫോമിംഗ് അപ് ടു മാർക്ക് ആസ് വെൽ. So there are a lot of issues when it comes to മിഡ്ഫീൽഡിൽ ആ ഒരു ബാലൻസ് ഉണ്ടോ ചോദിച്ചാൽ ബാലൻസ് ഉണ്ട്. ലൈക്ക് ബ്രൈറ്റൺ ഗെയിമിലൊക്കെ കൊണ്ടുപോകാൻ പോയപ്പോഴാണ് ആ ഗോൾസ് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് സ്റ്റിൽ റോഡ്രി എന്താണ് അവിടെ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ കോച്ചിനും ചെയ്യാൻ പറ്റില്ല, അതേപോലെ കൊണ്ടുപോകാനും ചെയ്യാൻ പറ്റില്ല. സോ വട്ട് ക്യാൻ വി ഡു? ഈ ഒരു ഇഞ്ചുറീസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി കാൻ ഡു മച്ച്. കാരണം ഇപ്പോൾ നമുക്ക് വേറെ മിഡ്ഫീൽഡേഴ്സ് ആരും ഇല്ല റോഡ്രിയുടെ ഷിഫ്റ്റ് എടുക്കാൻ പറ്റും. കോവച്ചിച്ച് ഇസ് ദി ഓൺലി വൺ. പിന്നെ ഡിഫെൻസീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദർ വിൽ ബി ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, ദർ വിൽ ബി ലോട്ട് ഓഫ് ബാഡ് പെർഫോമൻസസ്. പിന്നെ കൈൽ വോക്കർ ഇസ് എൻ ഇഷ്യൂ. കൈൽ വോക്കറിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. ലൈക്ക് ആള് ലാസ്റ്റ് 18 months ആയിട്ട് ഞാൻ പറയാറുണ്ട് ഹീസ് ഓൺ എ സ്റ്റഡി ഡിക്ലൈൻ. ലൈക്ക് ഹ്യൂജ് ഡിക്ലൈൻ ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. And we have to somehow fix this. We have to get rid of him in the summer. I think ആളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ I was one of the people. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ കാരണം ഫുൾ ബാക്ക് മാർക്കറ്റ് അന്ന് ഡ്രൈ ആയിരുന്നു. there wasn't anyone for us to sign. പക്ഷെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ then we can't win the league with Kyle Walker starting every game. ആൾക്ക് എല്ലാ ഗെയിമും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി ആൾ സൂപ്പർ സബ് ആയിട്ട് വന്നിട്ട് എപ്പോഴെങ്കിലും നല്ല ഡിഫൻസീവ് ഷിഫ്റ്റ് ഇട്ടിട്ട് കളിക്കാം. ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ എന്തായാലും യു കനോട്ട് സ്റ്റാർട്ട് Kyle Walker in the team going forward. So that is the defensive issues. നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഡിഫൻസ് ആണെന്നുണ്ടെങ്കിൽ. ഞാൻ അറ്റാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഡിബ്രോയിന ടീമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ then you have to play Foden in midfield. പെപ്പ് അത് എന്തുകൊണ്ടോ ഫോർഡൻ്റെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്നില്ല. ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലൈക്ക് ബെർണാർഡോ സിൽവേനെ പെപ്പ് ലൈക്ക് മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ബെർണാർഡോ സിൽവേനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് ഡിബ്രോയിന. നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ബെർണാർഡോ സിൽവേനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹീ ഈസ് നെവർ എ ക്രിയേറ്റീവ് പ്ലെയർ. സോ കമ്മിങ് ഓൺ ടു അറ്റാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്കുവിൻ്റെ സൈഡ് ഒബ്വിയസ്ലി ഡോക്കു ഇസ് നൗ ഇഞ്ചേർഡ്. പക്ഷേ ഡോക്കു ആണെന്നുണ്ടെങ്കിലും ഹീ ഈസ് നോട്ട് സ്കോറിംഗ് ഗോൾസ്. സവീഞ്ഞോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സവീഞ്ഞോ ഈസ് നോട്ട് സ്കോറിംഗ് ഗോൾസ്. ഗ്രീലിഷ് ഹിസ്റ്റോറിക്കലി ആളൊരു ഗോൾ സ്കോറർ അല്ല ആൻഡ് ഹി വിൽ നോട്ട് സ്കോർ ഗോൾ. സോ ഈ ഗോൾ സ്കോറിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാതും ലൈക്ക് ഇറ്റ്സ് പ്യോർലി കോൺസെൻട്രേറ്റഡ് ഓൺ ഹാലൻഡ് ആയിരിക്കണം ഈ ഗോൾ എല്ലാതും അടിക്കണം. ഹാലൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഏത് ഗെയിമിലാണെന്നുണ്ടെങ്കിൽ ഹാലൻഡ് ഹാസ് ടു സ്കോർ ഗോൾസ് എന്നുള്ളത് ഡിപ്പെൻഡൻസി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്.
അത് വി കനോട്ട് അഫോർഡ് ദാറ്റ്. ഇത്ര നല്ല പ്ലേയേഴ്സ് ഉള്ള ടീമിൽ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ വൺ ഗായ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ. സോ എൻ്റെ ഒപ്പീനിയനിൽ അറ്റാക്കിൻ്റെ ഭാഗത്ത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രിറ്റി ഈസി. ബോബ് വരികയാണ്, ഓസ്കർ ബോബ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. ദെൻ ഡിബ്രോയിന വരികയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇഷ്യൂസ് വിൽ ബി ഫിക്സ്ഡ്. അതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. ദെൻ യു ക്യാൻ പ്ലേ ഫോർവേഡ് ഓൺ ദ റൈറ്റ്, ഇൻസൈഡ് ഫോർവേഡ് പോലെ കളിക്കണ, ലാസ്റ്റ് സീസൺ കളിച്ചത് മിഡ്ഫീൽഡിലോട്ട് വന്ന് കളിക്കണ പോലെ, റൈറ്റിൽ നിന്ന് മിഡ്ഫീൽഡിലോട്ട് വന്ന് കളിക്കണ പോലെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. ബട്ട് ഡിഫെൻസീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ, അറ്റ്ലീസ്റ്റ് മൈ ഒപ്പീനിയൻ ഇസ് വി ഷുഡ് ഗോ ബാക്ക് ടു ദാറ്റ് 4 സെൻറ്റർ ബാക്ക് സിസ്റ്റം. ആ ഒരു 4 സെൻറ്റർ ബാക്ക് സിസ്റ്റത്തിൽ പോവല്ലാണ്ട് വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇഫ് അൺടിൽ ജാനുവരി, ദാറ്റ് ഇസ് എ കീ പോയിന്റ്. അൺടിൽ ജാനുവരി നമുക്ക് ആ 4 സെൻറ്റർ ബാക്ക് സിസ്റ്റം കളിച്ചേ പറ്റുള്ളൂ. കാഞ്ചി റൈറ്റ് ബാക്ക്, ഡിയാ സ്റ്റോൺസ് സെൻറ്റർ ബാക്സ് ആൻഡ് ഗാർഡിയോളസ് ലെഫ്റ്റ് ബാക്ക്. മേ ബി ആക്കിയനെ വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും സെൻറ്റർ ബാക്സിൽ. ബട്ട് ആക്കി ഇപ്പോൾ പിന്നെ ഇഞ്ചുറി ആയിട്ടുണ്ടെന്ന് കേട്ടു. സോ വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഡിഫെൻസീവ്ലി ഇഫ് വി പ്ലേ ദ 4 സെൻറ്റർ ബാക്ക് സിസ്റ്റം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ വിൽ ബി ഓക്കെ ടു എൻ എക്സ്റ്റെൻറ്റ്. റീക്കോ ലോയിസിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. ബിക്കോസ് റീക്കോ ലോയിസിൻ്റെ ഗെയിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ലൂസ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രാൻസിഷൻസിൽ ഡിഫെൻഡ് ചെയ്യാം. ഹിസ്റ്റോറിക്കലി നമ്മൾ വീക്കാണ്. സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി സിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് വീക്കസ്റ്റ് സെനാരിയോസ് ഇസ് ട്രാൻസിഷൻസ്, പ്ലേയിങ് ഇൻ ട്രാൻസിഷൻസ്. സോ ഞാൻ പേഴ്സണലി റീക്കോ ലോയിസിനെ സ്റ്റാർട്ട് ചെയ്യില്ല. We go back to that 4 center back system. Play Kovacic or Gundogan, play Kovacic or Rico Lewis in midfield. Ricoനെ ഒരിക്കലും ഡിഫൻസിൽ കളിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. Then January എത്തുകയാണെന്നുണ്ടെങ്കിൽ when we get to January, if we are in a good position, regardless good position ആണോ അല്ലയോ, we have to go and sign defensive midfielder. അത് ടൊറീനോത്തെ സാമുവൽ റീക്കി ആവാം, or സുബിമെൻഡി ആവാം, or maybe we can go for someone like Ederson from Atlanta. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സുബിമെൻഡി. ഇനി സെക്കൻഡ് പ്രിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എഡേഴ്സൺ. വി ഹാവ് ടു സൈൻ ഈദർ വൺ ഓഫ് ദീസ് പ്ലേയേഴ്സ്. ദാറ്റ് ഇസ് എ മസ്റ്റ്. അതല്ലാണ്ട് നമുക്ക് ഈ സീസൺ കളിക്കാൻ പറ്റില്ല. UCL ഗെയിംസ് വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ സ്ട്രഗിൾ എ ലോട്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ പോലത്തെ ടീമുകളൊക്കെ ആയിട്ട് കളി വരികയാണെന്നുണ്ടെങ്കിൽ വി വിൽ സ്ട്രഗിൾ എ ഹെൽ ലോട്ട് without a defensive midfielder. So go all out for Subimendi in the summer and in January എന്ന് ഞാൻ പറയുള്ളൂ. So that is how I'll personally go about fixing these issues. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ദിസ് ഇന്റർനാഷണൽ ബ്രേക്ക് ഒരു പെർഫെക്റ്റ് ടൈമിലാണ് വന്നത്. പ്ലേയേഴ്സിന് കുറച്ച് റെസ്റ്റ് കിട്ടും. കാരണം പ്ലേയേഴ്സ് എല്ലാവരും നല്ല നാക്കേഡാണ്. ബെർണാർഡോ സിൽവന്റെ പെർഫോമൻസസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഫ്രഷ്, ഈസ് നോട്ട് അറ്റ് ഓൾ ഫിറ്റ്. ആള് നല്ല ടയേർഡാണ്. കാരണം ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇഫ് യു ബൈ എ ന്യൂ കാർ, obviously അത് നന്നായി പെർഫോം. പക്ഷെ ലെറ്റ്സ് സേ യു ബൈ എ 5-year-old കാർ, പക്ഷെ അതിൽ ലെറ്റ്സ് സേ ലൈക്ക് ഒരു 2 lakh കിലോമീറ്റേഴ്സ് അത് ഓടിയിട്ടുണ്ട്. സോ ബേസിക്കലി ആ എഞ്ചിൻ വെയർ ഡൗൺ ആയിട്ട്. അതേപോലെ തന്നെയാണ് ലൈക്ക് ബെർണാർഡോന്റെ സിറ്റുവേഷൻ. കാരണം ആള് 30 ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, ബട്ട് ഹീസ് പ്ലേഡ് സോ മച്ച്. ഓൾമോസ്റ്റ് എല്ലാ ഗെയിമും സിറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബെർണാർഡോ. സോ that is one of the issues when it comes to fatigue. Any looking ahead, upcoming games നോക്കുകയാണെന്നുണ്ടെങ്കിൽ after the international break we are playing Spurs, അത് കഴിഞ്ഞാൽ we are playing Feyenoord, then Liverpool away, then Forest at home and Palace away, അത് കഴിഞ്ഞിട്ട് Juventus away ആണ്. So there are really tough fixtures coming up. അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ then we have to be on our game. ഈ ഒരു റണ്ണിൽ തന്നെ we can lose the title. Except for the Juventus and Feyenoord game. Spurs, Liverpool, Forest and Palace നോക്കുകയാണെന്നുണ്ടെങ്കിൽ we can easily lose the title in these games. ഇതിൽ എന്താ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ we can easily lose the title. Even though നവംബർ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, if we lose these games there's a really big chance we can't recover. കാരണം ലിവർപൂൾ ആർ പ്ലേയിങ് ദാറ്റ് വെൽ. നമുക്കറിയില്ല, ലിവർപൂളിന് ഒബ്വിയസ്ലി ഒരു ബ്ലിപ്പ് ഉണ്ടാവും, പക്ഷെ അത് എത്ര വലിയ ബ്ലിപ്പ് ആവും നമുക്കറിയില്ല. So we have to perform in these games. Spurs ആയിട്ട് I want a win. Spurs ആയിട്ട് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. And it's the rumors are the players are fit. Ruben Stones fit ആണ്. So start Ruben and Stones. Play Akanji at right back. Akanji okay ആണെന്ന് കേട്ടു. Guardiola is fit. Midfielder play Kovacic, play Gundogan or play Rico if you want to. And De Bruyne, start De Bruyne regardless of what he says. ആൾ ഇഞ്ചോർഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, but we need De Bruyne in this team. So play De Bruyne എന്ന് ഞാൻ പറയുള്ളൂ. And we have to get results in these games. So that is basically ഈ ഒരു മാൻ സിറ്റി ട്രബിളിലാണോ എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. സോ ആ മാൻ സിറ്റി ഇൻ ട്രബിൾ റൈറ്റ് നൗ, യെസ്, സിറ്റി ആർ ഇൻ ട്രബിൾ.
ബട്ട് നമ്മളത് കണ്ടിട്ടുണ്ട് ലാസ്റ്റ് പ്രീവിയസ് സീസൺസിലൊക്കെ കണ്ടിട്ടുണ്ട്, ലൈക്ക് സിറ്റി ആർ ഇൻ ട്രബിൾ, സിറ്റി ആർ ഇൻ ക്രൈസിസ് എന്നുള്ളത്, ആൻഡ് ദെൻ ദേ വോണ്ട് ടു വിൻ ദ ലീഗ്. പക്ഷേ ഈ സീസൺ ദേഴ്സ് എ ഡിഫറൻസ്, ദേഴ്സ് നോ റോഡ്രി, ബെസ്റ്റ് പ്ലെയർ ആണെന്ന്, ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ട്. സോ വി കാൺ ഗെറ്റ് ഹിം. സോ ദർ ഇസ് എ ബിഗ് ഇഷ്യൂ ഇൻ ദിസ് ടീം റൈറ്റ് നൗ. സോ ലെറ്റ്സ് സി അപ്കമിങ് ഗെയിംസിൽ എന്താവുന്നുള്ളത്. ഐ ബിലീവ് ഇൻ പെപ്പ്, ഐ ബിലീവ് പെപ്പ് വിൽ ഫൈൻഡ് എ വേ. ആൻഡ് പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദീസ് പ്ലേയേഴ്സ് ആർ പ്രൂവൺ വിന്നേഴ്സ്. ഈ ഒരു ദേ ഹാവ് ലോസ്റ്റ് ദെയർ ഹങ്കർ എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇൻ ദ വേൾഡ്. അവർ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്തായാലും ലൈക്ക് 4 ടൈറ്റിൽ ജയിച്ചതാണ്, ഒരു ട്രബിൾ എടുത്തു, റെസ്റ്റ് എന്നുള്ള മെൻറ്റാലിറ്റിയുള്ള പ്ലേയേഴ്സ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് വിൻ ദീസ് ടൈറ്റിൽസ്. അതിപ്പോൾ സെക്കൻഡ് ടൈറ്റിൽ എടുത്താൽ 2 എടുത്തില്ലേ, ലെറ്റ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ അവിടെ നിർത്തായിരുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. സോ ഐ ഡോണ്ട് തിങ്ക് ദ പ്ലേയേഴ്സിന് ഹങ്കർ ഇഷ്യൂസ് ഒന്നുമല്ല, ജസ്റ്റ് ഈ ഇഞ്ചുറീസും ഫറ്റീഗും അതുപോലെ ടീമിലെ ഫ്രഷ്നെസ് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂ ആണ്. സോ ലെറ്റ്സ് സി അപ്കമിങ് ഗെയിംസിൽ നമുക്ക് വാച്ച് ലോങ്സ് ഉണ്ടാവും. അതുപോലെ വി വിൽ ഹാവ് ബെറ്റർ ഡിസ്കഷൻസ് വിത്ത് അതർ മെമ്പേഴ്സ് ആസ് വെൽ. ശിവാങ്ക് ഉണ്ടാവും, ഫവാസും ആകാശും ഹാസിലും നസീബ് എല്ലാവരും ഉണ്ടാവും. സോ വി വിൽ ഹാവ് അവർ ഡിസ്കഷൻസ് ദെൻ. ആൻഡ് yeah, that is basically this video. And so I hope this is okay. ഈ ഒരു വീഡിയോ ഫോമാറ്റ് എന്നുള്ള രീതിയിൽ ഐ തിങ്ക് അത് 22 മിനിറ്റ്സ് എന്തോ ആയിട്ടുണ്ട്, 23 മിനിറ്റ്സ് എന്തോ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഷോർട്ടൺ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സംസാരിച്ചു വന്നപ്പോൾ കുറച്ച് ലോങ് ആയി പോയി. ബട്ട് പ്ലീസ് സപ്പോർട്ടസ്. നമ്മൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യും. സോ ദ വിൽ ബി അപ്കമിങ് വീഡിയോസിൽ എങ്ങനെ ഷോർട്ട് ഫോമാറ്റിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ദാറ്റ് വി ആർ ഡൂയിങ് ഇൻ ദിസ് വേ. So like this video, share this video, and also comment your thoughts. Comment if City are in trouble, comment who will win the Premier League, adallanundengil like will City fix this ennulla karyathil. So comment down your thoughts. And if you're new around here, then subscribe. Nammalipo 2.1k subscribers aayina, 2.2k subscribers inde aduthana. So let's get that to 3k as soon as possible. By the end of the year 3k ethikanam ennullathu planilana. So make sure to subscribe if you're not. And yeah, we'll see you in the next video. Bye.